എന്തോന്നറി പൊതിച്ചതാ ഇത്. ഞാൻ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ, പിന്നെ പത്രം ആര് വായിക്കും? അപ്പൊ മേശപ്പുറത്ത് കറി എങ്ങനെ വരും? ആരെടുത്ത് തിന്ന? ഞാനിത് തിന്നണ്ടാന്ന് വെച്ചു. പ്രശ്നം തീർന്നല്ലോ. എന്നാ പിന്നെ എന്നും അങ്ങോട്ട് അങ്ങനെ ചെയ്താ പോരെ? ഓ ആ എവിടെ അളിയാ? അളിയ എനിക്ക് ജോലി ഉണ്ടല്ലേ. നീ പറയാലും ജോലിയുള്ള ആളല്ലേ. നീ ലൈൻമാൻ അല്ലേ? അല്ല, പോസ്റ്റ്മാൻ. നീ മറ്റേ പൊതുപ്രവർത്തനമൊക്കെ ഇപ്പൊ ഇറങ്ങി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അമ്മാവിന്റെ കേസ് പരിഹരിക്കാൻ പോയിന്നോ എന്തരായി? എന്നിട്ട് എടാ, അതിനൊരു ആരെങ്കിലും വേണ്ടേ, ചോദിക്കാനും പറയാൻ ആള് വേണ്ടേ? അമ്മ വലിയ സങ്കടത്തോടൊന്നും എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഞാൻ നമ്മുടെ എയോട് പറഞ്ഞു, സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ സാറിന്റെ ഒരു അകന്ന ബന്ധുവായിട്ട് വരും തോന്നുന്നു പുള്ളി. ഞാൻ പറഞ്ഞു, സാറ് നമ്മുടെ ഭാഗത്താണ് ന്യായം, അപ്പൊ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഞാൻ അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഇന്ന് എന്തായാലും ഒരു തീരുമാനമാവും. എന്ത് വിഷോ? ഒന്നുമില്ല, നീ വിചാരിച്ചൊന്നും നടക്കൂലല്ലോ. ആ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് പ്രശ്നം പരിഹരിക്കാതെ പ്രശ്നം പരിഹരിച്ചല്ലോ. അതിങ്ങനെയാണ് പരിഹരിക്കാൻ. ഞങ്ങളെ രാഷ്ട്രീയക്കാര് ചെയ്യണതേ പറയൂ, പറയണതേ ചെയ്യൂ. ഞങ്ങൾക്ക് ഒരു വാക്കും ഒരു പ്രവൃത്തിയേ ഉള്ളൂ. അന്നോടനെ വന്ന് പറഞ്ഞില്ലോടാ ഞാൻ. നീ കുറെ ദിവസമായിട്ട് പരിഹരിക്കാൻ നടന്നില്ലല്ലോ. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ അത് പരിഹരിച്ചു കൊടുത്തില്ലേ? അവനോട് പറഞ്ഞോടാ ഞാൻ നടക്കുന്ന എങ്ങനെയാ തെണ്ടി പരിഹരിച്ചെന്ന് ചോദിക്കും. ഞാനതൊരു ശരിയായിക്കൊണ്ട് വന്നേ. ഇപ്പൊ എന്താ പറ്റിയത്? അളിയാ, മറ്റേ ആ അടുത്ത വസ്തുക്കാരൻ അമ്മാവന് വെള്ളം കൊടുക്കൂലെന്നുള്ള വെല്ലുവിളിച്ചാണല്ലോ. അമ്മാവന് കിട്ടാത്ത വെള്ളം അയാൾക്ക് കിട്ടണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാനും എന്റെ പിള്ളേരെ കൂടെ ചെന്ന് ആ കുളം അങ്ങ് മൂടി. അപ്പൊ എന്റെ ചീരകൃഷിയോ? അമ്മാവന്റെ ഉണക്ക ചീരകൃഷി അത് പോയി പോട്ടെ അമ്മാവാം, പക്ഷെ അവന്റെ വാഴകൃഷി ളിയാ അതാണ്.